കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ജാഥ നയിക്കുമ്പോഴും ഓരോ സ്പോട്ടുകളിലും ഓരോ ജില്ലകളിൽ എത്തുമ്പോഴും എല്ലാ ദിവസവും വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അല്ലെ, കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം മുഴുവൻ തളർന്നു കിടക്കുകയായിരുന്നു. 10 വർഷമായി അധികാരമില്ല. വളരെ കുറഞ്ഞൊരു ഭൂരിപക്ഷത്തിൽ കുറഞ്ഞൊരു സീറ്റ് നിലയിലാണ് അവർ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ വെച്ച് കോൺഗ്രസ് സംവിധാനം തളർന്നിരിക്കുകയായിരുന്നു. ആ തളർന്ന കോൺഗ്രസ് സംവിധാനത്തെ പ്രവർത്തകരെ പുനരുജ്ജീവിപ്പിക്കാൻ, അവർക്കൊരു ഉന്മേഷം കൊടുക്കാൻ നമുക്ക് കഴിയും, നമുക്ക് തിരിച്ചു വരാനാവും എന്ന് അവരിൽ ഒരു ആത്മവിശ്വാസം പകരാൻ KSU മുതൽ എല്ലാ പോഷക സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ആയാലും വനിതാ സംഘടന, മഹിളാ കോൺഗ്രസ് ആയാലും എല്ലാ ബാക്കിയുള്ള പോഷക സംഘടനകളുണ്ടല്ലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. കാരണം ഈ സർവീസ് സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ അവസ്ഥകളെന്ന് ആലോചിക്കണം. ഏത് രീതിയിലും 10 വർഷമാണ്. അപ്പോൾ അധികാരത്തിലിരിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അത് അനുഭവിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ ഏകോപിച്ച് നിർത്താൻ കഴിഞ്ഞെങ്കിൽ അത് ടീം UDF, അത് VD സതീശനെ മാത്രം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കക്ഷി. വെറുതെ ഒരു ജയമായിരുന്നില്ല, അതൊരു വലിയ ജയമായിരുന്നു. ആ ജയത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ, ഡൽഹിയിൽ വരെ VD സതീശനാകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആളുകൾ ഇറങ്ങിയിരുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലെ ചില സന്ദർഭങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ VSനെ പാർട്ടി മാറ്റി നിർത്തിയപ്പോൾ ജനങ്ങൾ ഇറങ്ങി, പ്രവർത്തകർ ഇറങ്ങി, അല്ല ഞങ്ങൾക്ക് VS വേണം എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ, ആ തരത്തിൽ താരതമ്യം ചെയ്യപ്പെടുന്ന രീതിയിലൊക്കെ VD സതീശൻ എന്ന നേതാവിന് വേണ്ടി ആളുകൾ ഇറങ്ങി. അതൊരു നിർമ്മിത ഫ്ലെക്സ് അല്ല, ഫ്ലെക്സ് ബോർഡ് ആയിരുന്നില്ല. അതൊരു നിർമ്മിത ഫ്ലെക്സ് ബോർഡ് ആയിരുന്നില്ല. ആ ഫ്ലെക്സ് ബോർഡിന്റെ കളറായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഹൃദയത്തിൽ നിന്ന് വരുന്ന ഹൃദയ വായ്പാണ്, ഹൃദയ വികാരമായിരുന്നു ജനങ്ങൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ ഒരുപക്ഷെ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ലീഗിന് കീഴടങ്ങിയോ കോൺഗ്രസ് എന്നടക്കം ലീഗ് ഒരൊറ്റ പേരിലാണ് മുഖ്യമന്ത്രി ആരാകണം എന്നതിന് ലീഗിന് ഒരൊറ്റ ഉത്തരമേ ആദ്യം തൊട്ട് ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു. അത് VD സതീശനാണ്. അത് ലീഗ് പലപ്പോഴായി അത് പ്രകടിപ്പിച്ചു. ലീഗ് മാത്രമല്ല, രണ്ടാം കക്ഷി 7 MLA-മാരുള്ള ജോസഫ് ഗ്രൂപ്പ്, 3 MLA-മാരുള്ള RSP, ഈ പറയുന്ന സിംഗിൾ MLA CP ജോൺ ആയാലും അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള മാണി സി കാപ്പന്റെ ആയാലും രമ KK രമയുടെ പാർട്ടി ആയാലും എല്ലാം ഒറ്റ പേരിലായിരുന്നു. അത് VD തീർച്ചയായും. അനന്തകൃഷ്ണൻ ചേർന്നു. അനന്തൻ വീരപരിവേഷത്തോടെ, താരപരിവേഷത്തോടെ ഒരു മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി KPCC ആസ്ഥാനത്തേക്ക് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കടന്നു വരുമ്പോൾ എന്താണ് അവിടുത്തെ വികാരങ്ങൾ? പറഞ്ഞറിയിക്കാനാത്ത വികാരമാണ് ശ്രീജ. കാരണം 10 വർഷത്തിന് ശേഷം, ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇന്ദിരാഭവനിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ എല്ലാ ആവശ്യവും ഈ ഇന്ദിരാഭവനിലുള്ളിൽ പ്രവർത്തകർക്ക് ഉണ്ട്. VD സതീശൻ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ. ഇന്ദിരാഭവന്റെ കോമ്പൗണ്ടിലേക്ക് ആ കാർ എന്ത് പ്രയാസപ്പെട്ടാണ് അകത്തേക്ക് കയറ്റിയതെന്ന്. കാരണം ആ റോഡിൽ നിന്ന് തന്നെ, ആ ശാസ്ത്രമംഗലം റോഡിൽ വെച്ച് തന്നെ പ്രവർത്തകർ ആ കാർ വളഞ്ഞു. അവിടെ നിന്ന് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിയുമായി, അതുപോലെ തന്നെ ഈ പ്ലക്കാർഡും ഒക്കെ ഉയർത്തി കാണിച്ച് അദ്ദേഹത്തെ അകത്തേക്ക് സ്വീകരിച്ചു. ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു. അദ്ദേഹത്തെ വരവേറ്റുകൊണ്ട് ഇന്ദിരാഭവൻ ഉള്ളിലേക്ക് കടന്നു വരാൻ, KPCC പ്രസിഡന്റിന്റെ ഔദ്യോഗിക മുറിയിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിനൊപ്പം ആ ജനസഞ്ചയം മുഴുവൻ, ആ പ്രവർത്തകർ മുഴുവൻ ഈ മുറിയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. അവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒപ്പം തന്നെ PC വിശ്വനാഥ് MLA, കൊടിക്കുന്നിൽ സുരേഷ്, രമ്യ ഹരിദാസ് അടക്കമുള്ള MLA-മാരും നേതാക്കളും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അവിടെ മധുരം അദ്ദേഹത്തിന് നൽകി, ഷോൾ അണിയിച്ചു. അതിപ്പോഴും ആ സ്നേഹപ്രകടനങ്ങൾ തുടരുകയാണ്. ഒരുപക്ഷെ 10 വർഷത്തിന് ശേഷം KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ഇത്തരമൊരു ആഹ്ലാദ നിമിഷം ഇത് ആദ്യമാണ്. ഒരുപാട് ആലോചനകൾ, ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. 11-ാം ദിവസം അവരുടെ ആകാംക്ഷയ്ക്ക് ഒരു ഉത്തരം ലഭിച്ചു. അത് VD സതീശൻ എന്നായിരുന്നു ആ ഉത്തരം. അത് കേരളത്തിലെ എല്ലാ UDF പ്രവർത്തകരും, UDF-ന് അനുകൂലിച്ച് വോട്ട് ചെയ്ത ജനങ്ങളുമെല്ലാം ആ തീരുമാനത്തെ ഹൃദയത്തോടെ ഏറ്റുവാങ്ങി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ KPCC ആസ്ഥാനത്ത് നടക്കുന്നത്. വലിയ സ്വീകരണം VD സതീശന്, നിയുക്ത മുഖ്യമന്ത്രിക്ക് ഇന്ദിരാഭവൻ നൽകുന്നു. KPCC പ്രസിഡന്റിന്റെ മുറിയിലാണ് ഇപ്പോഴും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉള്ളത്. അദ്ദേഹത്തെ ഷോൾ അണിയിച്ചും മധുരം നൽകിയും ഒക്കെയാണ് നേതാക്കൾ സ്വീകരിച്ചത്. അദ്ദേഹം ഒരല്പസമയം കൂടി ഇവിടെ ഉണ്ടാകും. പ്രവർത്തകരെല്ലാം വരി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മുന്നിലേക്ക് വരാൻ തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഒരു തോതിലുള്ള ഒരു സമ്മർദ്ദം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ട്. കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹം. നമ്പർ 1 കേരളത്തിന്റെ നമ്പർ 1 കാറിൽ ഇനി യാത്ര ചെയ്യാനുള്ള നേതാവാണ്. ആ നേതാവിനെ ആ ഒരു
സ്ഥാനാരോഹണത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടി എല്ലാവരും, കോൺഗ്രസിന്റെ ഒരു സംസ്കാരം നമുക്കറിയാം, എല്ലാവർക്കും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന്റെ ഏറ്റവും അടുത്ത് തന്നെ എത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് KPC ആസ്ഥാനത്ത് അവർ വിനിയോഗിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഇതിനു മുൻപ് വന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എപ്പോഴും ഒരു ജനസഞ്ചയത്തിന് നടുവിലൂടെയായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ചുറ്റും ഒരു ജനക്കൂട്ടം എപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനി VD സതീശന്റെ ശൈലി എങ്ങനെയാണ്, ഉമ്മൻചാണ്ടിയുടെ ശൈലിയായിരിക്കും, അദ്ദേഹത്തിന് തനതായ ഒരു ശൈലിയുണ്ട്. അപ്പോൾ ഇനി വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ, നിലപാടുകളൊക്കെ ഇനി ശ്രദ്ധേയമാണ്. ഏതായാലും ഇവിടെ നിന്ന് ഇനി അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലേക്ക് പോകും, അവിടെ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകും. അവിടുത്തെ അസംബ്ലി ഹാളിലാണ് ഇനി MLA-മാരുടെ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം തിരക്കിട്ട നീക്കങ്ങളാണ്. ഇനി ഘടകകക്ഷി നേതാക്കൾ അവിടേക്ക് അപ്പോഴേക്കും എത്തും. അവരുമായിട്ടുള്ള ചർച്ചകൾ, ലോക്ഭവനിലെത്തി സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള തീയതി നിശ്ചയിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നിലുണ്ട്. ഏതായാലും ഇന്ദിരാഭവനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നു. 10 വർഷത്തിന് ശേഷം അവർക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു. ആ മുഖ്യമന്ത്രി തീരുമാനം വന്ന് മണിക്കൂറുകൾക്കകം ആ മുഖ്യമന്ത്രി ഇതാ ഇന്ദിരാഭവനിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ദിരാഭവനെ സംബന്ധിച്ച് അവിസ്മരണീയമായ മുഹൂർത്തം, ആഹ്ലാദകരമായ മുഹൂർത്തം, ആനന്ദകരമായ മുഹൂർത്തം. ഇവിടെ ഒരുപാട് പ്രവർത്തകർ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഇന്ദിരാഭവനിലേക്കുള്ള യാത്ര അത് ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. കാരണം പ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന് അകമ്പടി വന്നു. അവരെല്ലാം തന്നെ ഇന്ദിരാഭവനിലേക്ക് എത്തി. ഒരുപാട് പ്രവർത്തകർ പുറത്തു നിൽക്കാതെ അദ്ദേഹത്തിന് KPC പ്രസിഡന്റ് നേതൃത്വത്തിൽ അനുമോദിക്കുന്നത് കാണാൻ വേണ്ടി, അദ്ദേഹത്തിനൊപ്പം നിന്ന് ചിത്രമെടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് ഒരു ഷോൾ അണിയിക്കാൻ വേണ്ടിയൊക്കെ ഈ KPC പ്രസിഡന്റിന്റെ മുറിയിലേക്ക് എത്തി. ഈ മുറി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രവർത്തകരുണ്ട്, നേതാക്കന്മാരുണ്ട്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുറിയാണ്. ഇവിടെയാണ് കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം ഇപ്പോൾ KPC പ്രസിഡന്റിന്റെ മുറിയിലേക്ക് അവർക്കൊപ്പം ഒരു ചെറിയ സംസാരം, ഒരു ചർച്ച, അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുക. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കുറച്ചധികം ചർച്ചകളും ഇന്ദിരാഭവൻ വീണ്ടും അങ്ങനെ സജീവമാവുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അനുഭവ സമ്പത്ത് കൊണ്ട്, നേരത്തെ ശ്രീജ പറഞ്ഞല്ലോ, VS-ന്റെ കാര്യം പറഞ്ഞു. VS-ഉം അതുപോലെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് ആ ഒരു രാഷ്ട്രീയ ജീവിതം സ്ഫുടം ചെയ്തെടുക്കുന്നതും ജനഹൃദയങ്ങളിലേക്ക് അങ്ങനെ പേരുറപ്പിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് 2 പതിറ്റാണ്ട് മുൻപിലുള്ള തെരുവിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്നു. ആ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി അത് VS-നെ വീണ്ടും പ്രതിഷ്ഠിക്കുന്നു. അതിന്റെ തനിയാവർത്തനം എന്ന് പറയാം. കാരണം വീണ്ടും ജനവികാരമാണ്. ജനവികാരം ഒരു നേതാവിനെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് അവരുടെ നായകനായിട്ട് നിശ്ചയിക്കുമ്പോൾ അതിനൊരു 10 മടങ്ങ് ഒരു വികാരമാണ്, സൗന്ദര്യമുണ്ട്.